യെസ്. എന്താണ് ഡുക്കാട്ടിയുടെ ഈ സംഭവം? ഡുക്കാട്ടിയുടെ ഒരു മൾട്ടിസ്ട്രാഡ V4S ആണ് സംഭവം. രക്ഷയില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇതെൻ്റെ ഫ്രണ്ടാണ്. എത്ര നമ്മളൊരു 15 വർഷമായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ ഇതേപോലെ ഇറക്കിക്കൊണ്ട് വരും. ഈ പ്രാവശ്യം കൊണ്ടുവന്നത് ഡുക്കാട്ടി മൾട്ടിസ്ട്രാഡ എസ് അല്ലേ? മൾട്ടിസ്ട്രാഡ V4S. ബേസിക്കലി ഈ വണ്ടി നമുക്ക് അങ്ങനെ അധികം സ്ട്രീറ്റിൽ കാണാറില്ല, അധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വണ്ടി അല്ല. അതാണ് ഇത് സ്പെസിഫിക്കലി കുറച്ച് ഇപ്പം എൻ്റെ ടൈപ്പ് ഓഫ് റൈഡിന് ആപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. ഇപ്പം നമുക്കിതിപ്പോൾ ഒരു ഫ്രഷ് എടുക്കണമെങ്കിൽ ഇപ്പോൾ എത്ര റേറ്റ് ഉണ്ട്? 35 വരും. 35 ലക്ഷം രൂപ. ഓ മൈ ഗോഡ്, എൻ്റെ മോനെ. പക്ഷെ ഞാനൊരു ഡുക്കാട്ടി ഫാൻ അല്ല. അതാണ് എന്റെ ചോദ്യം. വൈ ഡുക്കാട്ടി? മൾട്ടിസ്ട്രാഡ വൈ? കാവസാക്കി അല്ലെങ്കിൽ ട്രയംഫ് ആണ് ഞാൻ ചൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഡുക്കാട്ടിലോട്ട് മാറുന്നത്. ശരത്ത്, അപ്പം എൻ്റെ മെയിൻ ചോദ്യം വൈ മൾട്ടിസ്ട്രാഡ? കാരണം വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. പൊതുവെ എല്ലാവരും BMW GS എടുക്കും, കാരണം ഷോറൂം ഒക്കെ അടുത്തുണ്ട്. GS ആണ് ഞാനും നോട്ടം ഇട്ടത്. കാര്യം അതിന്റെ ചെറിയ GS ഞാൻ ഓടിച്ച് കയ്യിലുള്ളതാണ്. 310 GS. അതെ, അതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം എനിക്ക് GS-നോടായിരുന്നു കൂടുതൽ താല്പര്യം. പിന്നെ അവിടെ നിന്ന് മാറുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുക്കാട്ടിക്കാരടുത്ത് ഞാൻ ഇതേപോലെ കൊച്ചി ഡുക്കാട്ടി ഞാൻ ഇതുപോലെ ഒഫീഷ്യൽ ഷോറൂമിൽ താല്പര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡുക്കാട്ടി എനിക്ക് സമയം കിട്ടിയില്ല കൊച്ചി വരെ പോകാനായിട്ട്. ഇവർ അവിടെ നിന്ന് ഒരു വണ്ടി എനിക്ക് വേണ്ടി കൊടുത്തു വിട്ടു. ഞാൻ ഓടിച്ചു നോക്കി അതെനിക്ക് നല്ല ഫ്രീ ആയിട്ട് ഓടിക്കാൻ തരുകയും ചെയ്തു അവർ. അത് ബ്രാൻഡ് ന്യൂ അവരുടെ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് ഭീകര എക്സ്പീരിയൻസ്. V4S തന്നെ. അപ്പം ഇതിന്റെ ആ ഒരു എൻജിൻ പെർഫോമൻസ് നമുക്കൊരു മോട്ടോർ ആയിട്ടുള്ള ഒരാൾക്ക് അല്ല, ഇൻലൈൻ ഫോർ അല്ല, ഇത് V4 ആണ്. അതെ, V4 എഞ്ചിനാണ് വരുന്നത്. പക്ഷെ ഇത് ഗ്രാൻഡ് ട്രിസ്മോ എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ്. ഡെസ്മോ സർവീസ് വരില്ല ഇതിന്. നോർമലി ഡുക്കാട്ടീസ് എല്ലാവർക്കും ഒരു പേടിയുള്ള സംഭവമാണ് ഈ ഡെസ്മോ സർവീസ്, ബിക്കോസ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇത് ഡെസ്മോ അല്ല, വേറെ സിസ്റ്റം സീരീസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ മെയിൻ്റനൻസ് എക്സ്ട്രാ ആണ്, പക്ഷേ പെർഫോമൻസും കൂടുതലാണ്. ഇതിന്റെ മൾട്ടിസ്ട്രാഡയ്ക്ക് ഈ ഡെസ്മോ ഉള്ള എഞ്ചിൻ ഉണ്ട്. അത് പൈക്സ് പീക്കും RS-ഉം ഐ തിങ്ക് ടോപ്പ് വേരിയന്റ് ആയിരിക്കും അല്ലേ? അത് അതിന്റെ ടോപ്പ് വേരിയന്റ്. അത് റോഡ് വേരിയന്റ് ആണ്. ഇത് ഓഫ് റോഡൊക്കെ നമുക്ക് അത്യാവശ്യം ഓഫ് റോഡൊക്കെ വന്നു കഴിഞ്ഞാലും കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അത് ഓഫ് റോഡ് അല്ല, അത് റോഡ് ഓറിയന്റഡ് ആണ്. അതിന് വീൽ സൈസും ചെറുതായിരിക്കും. ഇത് 19 ആണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ബ്രേക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതായത് ബ്രംബോ ബ്രേക്സ് ആണ്, സ്റ്റൈലിമ കാലിപ്പറാണ് വരുന്നത്. അപ്പോൾ അത് MotoGP ലെവൽ പെർഫോമൻസ് ആണ്. നമുക്ക് അത്യാവശ്യം ഒരു വണ്ടി നല്ല 200-ലൊക്കെ പോയാൽ പോലും നമുക്ക് പിടിച്ചാൽ എത്ര ഓവറോൾ വെയിറ്റ് എത്ര ഉണ്ട് വണ്ടി? 235. അപ്പോൾ ഫോർ യുവർ റെഫറൻസ് നമ്മുടെ എക്സ്പൾസ് 160 kg ആണ് അല്ലേ? ഇത് ആക്ച്വലി അതൊരു വർക്കൗട്ട് ആണല്ലേ? ഓടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ഭയങ്കര ബാലൻസ്ഡ് ആണ്. കാരണം സെന്റർ ഓഫ് ഗ്രാവിറ്റി എല്ലാം സ്പീഡ് നമ്മൾ അറിയില്ല. അത് എനിക്ക് വളരെ റിസ്കി ആയിട്ട് തോന്നി. കാര്യം നമ്മളൊരു 160, 180-ലൊക്കെ പോകുമ്പോഴും നമ്മൾ അറിയുന്നില്ല ഇത്രയും സ്പീഡ്. നമുക്കൊരു 80-ൽ പോകുന്ന ഒരു ഫീൽ ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ ഒരു 40 കിലോമീറ്ററിൽ അടുത്തൂടെ ഒരാൾ പോവുകയാണെങ്കിൽ നമുക്ക് അയാൾ സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കുന്നതായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഫൈൻ ഒന്നുമില്ല, അങ്ങനത്തെ സ്പീഡ് ഇവിടെ ഓടിക്കാൻ ബുദ്ധിമുട്ടായതല്ല. ഭയങ്കര സ്റ്റേബിൾ ആണ്. ഇത് സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെയല്ലേ? ഞാൻ സ്റ്റോക്ക് ആണ് വെച്ചിരിക്കുന്നത്. വെരി സൈലന്റ് അല്ല, സ്റ്റോക്ക് വെരി സൈലന്റ് ആണ്. ഒരു മുഴക്കമുണ്ട്, ആവശ്യത്തിനുള്ള സൗണ്ട് ഉണ്ട്, ഒരു മുഴക്കമുണ്ട്. വണ്ടി ഓടി വരുമ്പോൾ മെയിൻലി ത്രോട്ടിൽ അപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് മുഴക്കം. വണ്ടി വെറുതെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയാൽ നമ്മൾ നേരത്തെ ഓടിച്ചിട്ട് നോർമൽ സ്പീഡ് വരുമ്പോഴത്തേക്ക് എന്താണ് ഒരു സാധാരണ സൗണ്ടേ ഉള്ളൂ. RPM, അതായത് 6000 RPM കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടി വേറെ ഒരു ക്യാരക്ടറിലോട്ട് കംപ്ലീറ്റ്ലി ഒരു സ്പോർട്ടി അഗ്രസീവ് വെഹിക്കിൾ യൂസ് ചെയ്യുന്ന പോലെ. പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടൂർ. ഇത് ആക്ച്വലി ഒരു സ്പോർട്സ് ടൂറാണ്. പക്ഷേ ഇതിന് നമുക്ക് അഡ്വഞ്ചർ ആയിട്ടും യൂസ് ചെയ്യാം. ഞാൻ 1-2 ഓഫ് റോഡ് കൊണ്ടുപോയി. വെരി മൈൽഡ് ഓഫ് റോഡ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് അടിയിടിക്കും. അത് അതിന് വേണ്ടിയുള്ള വണ്ടിയാണ്. അതെ, പക്ഷേ നമ്മള് ഇപ്പം അൺഈവൻ ടെറൈനിൽ ഓടിക്കുമ്പോൾ ഈ സാധനം ഭയങ്കര സ്റ്റേബിൾ ആയിട്ട് പോകും. നമ്മൾ നോർമൽ ഓഫ് റോഡ് വെഹിക്കിൾസ് ഒരു ഇതിൽ കയറുവാണെങ്കിൽ, ഒരു ഹമ്പ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഒബ്സ്റ്റിക്കിളിൽ കയറുമ്പോഴത്തേക്ക് ഈ ഇമ്പാക്ട് നമുക്ക് ഹാൻഡിലിൽ വരും. ഹാൻഡിൽ വന്നിട്ട് അത് ലെഫ്റ്റോ റൈറ്റോ ഹാൻഡിൽ വരും. ഇതിൽ വരില്ല. അത് ഇത് അങ്ങനെ. അതേപോലെ തന്നെ നമുക്കിപ്പോ ഇത് റിം ഇപ്പം ട്യൂബ്ലെസ് റിം ആണ് വരുന്നത്. സെപ്പറേറ്റ് കയറ്റിയതല്ലേ? അതെ, ഇത് അഡീഷണൽ ആയിട്ട് വാങ്ങുന്നതാണ്. സ്റ്റോക്ക് പറഞ്ഞ അലോയ് ആണ്. സ്റ്റോക്ക് വരുന്നത് വീഡിയോ കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് കീലെസ് എൻട്രി ആണ്. അതെ, കീലെസ് എൻട്രി ആണ്. അതിലോട്ട് ഇപ്പോഴത്തെ പുതിയ അല്ലേ, എല്ലാ വണ്ടിയിലോട്ടും വന്നോണ്ടിരിക്കും. രണ്ടാമത് വരാം.
അതെ. ഇത് ബോയ്സ് ഇതാണ് നമ്മുടെ മൾട്ടി സ്റ്റാഡയുടെ എൻജിൻ. എൻ്റെ മോനെ വേറെ വൈബ്. Come on, Sharath, tell me about this sponsor engine. ഇത് ഒരു 170 PS പവറും 170 bhp 170 bhp അല്ലേ? അതെ, 170 bhp വരും. 125 Nm ടോർക്ക് ആണെന്നാണ് എൻ്റെ ഓർമ്മ. 125 Nm ടോർക്ക് എന്നൊക്കെ പറഞ്ഞാലേ അതെ, അത്യാവശ്യം ടോർക്കിഷ് ആണ് വണ്ടി. പിന്നെ ഇതിനൊരു V4 എഞ്ചിൻ ആയതുകൊണ്ട് വരുന്ന എഞ്ചിൻസ് എല്ലാം പൊതുവെ ടോർക്കിഷ് ആണ്. അല്ലേ? എനിക്കൊന്ന് സ്പോർട്സ് ടൂർ ആയതുകൊണ്ട് അത്രയല്ലേ? സ്പോർട്സ് ടൂർ, ഇതൊരു സ്പോർട്സ് ടൂർ ആണ്. ഇതിപ്പോ ഏത് കാറ്റഗറിയിൽ ഇത് വരുന്നു കറക്റ്റ് ആയിട്ട് പറയുക ബുദ്ധിമുട്ടാണ്. സത്യം എന്ന് വെച്ചാൽ ഞാനിത് എടുക്കാനുള്ള മെയിൻലി കാര്യം, ഞാൻ GS ആണ് എടുക്കാൻ നിന്നത്. GS നിന്ന് മാറി ഇത് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ GS ഭയങ്കര കംഫർട്ടബിൾ ഒരു വണ്ടിയാണ്. ഭയങ്കര കംഫർട്ടബിളും സസ്പെൻഷനൊക്കെ അടിപൊളിയാണ്. അല്ല, 1250 ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പക്ഷേ എനിക്ക് ഇത് മോർ അഗ്രസീവ് ആയിട്ട് ഫീൽ ചെയ്തു, മോർ സ്പോർട്ടി ആയിട്ട് ഫീൽ ചെയ്തു. ഇത് അത്ര കംഫർട്ടബിൾ അല്ല, അതിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ. ഈ 1250 ആണ് ഞാൻ ഓടിച്ച് നോക്കിയത്. 1250 ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇറ്റ്സ് ടു ഹെവി ആൻഡ് എന്റെ സൈസിന്, പക്ഷേ നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നോക്കുമ്പോഴത്തേക്ക് ആ വണ്ടിയാണ് എന്റെ സൈസിന് ഇത് എനിക്ക് ഈസിലി ഹാൻഡിലബിൾ ആണ്. മനസ്സിലായി എനിക്ക് അതെ, ഏകദേശം എന്റെ പൊക്കമുണ്ട്. പക്ഷെ സീറ്റ് ഹൈറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. അപ്പം നമ്മളുടെ ഹൈറ്റിന് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയിലെ നമുക്ക് കോൺഫിഡൻസ് വണ്ടി എത്ര പെർഫോമിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ, നമുക്ക് ഒരാളൊരു വണ്ടി ഓടിച്ച് നോക്കുമ്പോഴത്തേക്ക് അയാൾക്ക് ഒരു ഫീഡ്ബാക്ക് കിട്ടുമല്ലോ. ആ ഫീഡ്ബാക്കിലാണ് നമ്മൾ വണ്ടി സെലക്ട് ചെയ്യേണ്ടത്. മനസ്സിലായി. എനിക്ക് ഇത് ആണ് ബെറ്റർ ഫീഡ്ബാക്ക് എനിക്ക് പറയാൻ പറ്റിയത്. തീർച്ചയായും ഒരു രക്ഷയില്ല. നമുക്കിപ്പം എഞ്ചിനൊക്കെ ഒരു രക്ഷയില്ല. ഇതിന് സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? നമുക്കിപ്പം കൊച്ചിയിലാണ് ഞാൻ ഒരു സർവീസ് ചെയ്ത്. ഇത് 2 ഇയറിൽ സർവീസ് അല്ലാന്നുണ്ടെങ്കിൽ 15,000 കിലോമീറ്റർ. 2 ഇയർ അല്ലെങ്കിൽ 15,000 അത്ര ഓടിക്കുന്നല്ലേ? എനിക്കിപ്പോ 10,000 കിലോമീറ്റർ കഴിഞ്ഞു. അത്യാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. 3-4 ട്രിപ്പ് കഴിഞ്ഞു. അല്ലേ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ വണ്ടികൾ പൊതുവേ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർസ്റ്റേറ്റ് ട്രാവലും കാര്യങ്ങളാണ്. പക്ഷെ അധികം ആരും ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കത്തില്ല. പക്ഷെ നീ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. പിന്നെ ഇതിന് വേറൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, ഇത് ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ ആണ് വരുന്നത്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഗിയർ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്ലച്ച് വേണ്ട. നമുക്ക് അത് ഹൈവേയിലൊക്കെ പോകുമ്പോഴത്തേക്ക് വണ്ടി ഓഫ് ചാടി ഓഫ് ആവത്തില്ല സാധാരണ വണ്ടിയെ പോലെ. ഇല്ല, ഒന്നുമില്ല. വെറുതെ അങ്ങ് ഷിഫ്റ്റ് ചെയ്താൽ മതി, ക്ലച്ച് പിടിക്കണ്ട. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ വിൻഡ് ഒരിക്കലും വരില്ല. ഇതിപ്പോ ഞാൻ അഡ്വഞ്ചർ ഇതാണ് വെച്ചേക്കുന്നത്, എന്താണ് വൈസർ. അതെ, വൈസർ വെച്ചേക്കുന്നത് സ്റ്റോക്ക് ഇതിനേക്കാളും വലുതാണ്. വലുതാണ്. അതെനിക്ക് ഭയങ്കര എന്താ പറയട്ടെ, ഒട്ടും കാറ്റ് കിട്ടാത്ത പോലെ തോന്നിയുണ്ട്. ഞാൻ അതിനെ മാറ്റിയിട്ട് ഇത് ചെറുതാക്കി. നീ പറയുന്നത് സ്റ്റോക്ക് കുറച്ചും കൂടെ ലെങ്ത് ഉണ്ട്. അതെ, ഇത് കുറച്ച് ഷോർട്ട് ആക്കിയപ്പോഴത്തേക്ക് ഈ സൈഡിൽ നിന്ന് എടുത്തു. ഈ മെക്കാനിസം ഭയങ്കര ഈസിയാണ്. നമുക്ക് വെറുതെ ഒന്ന് പുള്ളി താക്കുകയും ചെയ്താൽ മതി. മറ്റ് വണ്ടികളിൽ ഇത് റൊട്ടേറ്റിംഗ് ഒക്കെയാണ്, അത് ബുദ്ധിമുട്ടാണ്. അതെ, പെട്ടെന്ന് അത് എടുക്കാം. അത് നല്ലൊരു അഡ്ജസ്റ്റബിൾ വൈസർ. പിന്നെ ഇത് ഹൈഡ്രോളിക് ക്ലച്ച് ഹൈഡ്രോളിക് ആണ്. ഇത് സ്റ്റോക്ക് ഹൈഡ്രോളിക് ക്ലച്ച് വരുന്നുണ്ട്. ക്ലച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ അല്ലേ? അതെ, അത് അഡ്ജസ്റ്റബിൾ ആണ്. അത് പക്ഷേ ഒരുവിധപ്പെട്ട എല്ലാ സൂപ്പർ ബൈക്സിനും അഡ്ജസ്റ്റബിൾ തന്നെയാണ് വരുന്നത്. ആൻഡ് ബ്രംബോ നേരത്തെ പറഞ്ഞ മേക്സ് എ ഡിഫറൻസ്. അത് എനിക്ക് GS ആയിട്ട് ഞാൻ കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ നോക്കിയ ഒരു വലിയ ഫീച്ചർ അത് തന്നെയാണ്, ബ്രംബോ ബ്രേക്സ്. അത് അതൊരു അതെ, എക്സ്പെൻസീവ് ആണ്. ബ്രേക്ക് പാഡ്സ് ഒക്കെ എക്സ്പെൻസീവ് ആണ്. നീ പറഞ്ഞ നേരത്തെ പറഞ്ഞ അഡാസ് ഫീച്ചർ ഉണ്ടല്ലേ? അഡാസ് ക്രൂസ് കൺട്രോൾ ഇടുമ്പോഴത്തേക്ക് ഈ ബ്രേക്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാര്യം നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത് വണ്ടി സ്പീഡ് എടുക്കുന്നതിനേക്കാളും നിർത്തുന്നതാണല്ലോ ആവശ്യം. അല്ല, അതാണ് സ്പീഡിൽ ഓടിക്കാൻ എല്ലാവർക്കും പറ്റും. കറക്റ്റ് സമയത്ത് പിടിച്ച് നിർത്താനാണ് എല്ലാവർക്കും. അതെ, അപ്പൊ അതില് ഡുക്കാട്ടി ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ബ്രേക്സ് എനിക്ക് പക്കയായിട്ട് ഫീൽ ചെയ്ത്. നമുക്കിപ്പം ടയർ വരുന്നത് ഇപ്പൊ ഇതിനകത്ത് ഇറക്കുന്നത് 19 അല്ലേ? സ്കോർപിയോൺ ടയറാണ്. ഇത്
10% ഓഫ് റോഡും 90% ഓൺ റോഡ് ടയേഴ്സാണ് കിടക്കുന്നത്. അതൊന്നും മാറ്റി നോക്കണം അടുത്ത പ്രാവശ്യം. മറ്റേ ഡ്യുവൽ പർപ്പസ് ടയർ ഇതിന് ഇടാറുണ്ടോ? ഇടാൻ പറ്റും. ഈ റിം സപ്പോർട്ട് ചെയ്യും അല്ലേ? റിം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അളിയ ഇതാണ് നമ്മുടെ താക്കോല്. പക്ഷേ ദി ഫണ്ണീസ് തിങ് ഈസ് ദർ ഈസ് നോ സ്വിച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കീലെസ് ആണ് വണ്ടിയുടെ എൻട്രി. അപ്പോൾ ശരത്തെ എക്സ്പ്ലെയിൻ. ഓക്കെ, ഇത് ഓക്കെ, ഇവിടെ നമ്മൾ ലോങ് പ്രസ് ചെയ്യാം അല്ലേ? താക്കോല് ഒരു റേഞ്ചിനകത്ത് വെച്ചിട്ട് കീലെസ് എൻട്രി ആണ്. ഈ സ്വിച്ചിനകത്താണ് ഒരു ലോങ് പ്രസ് അല്ലേ? ജസ്റ്റ് ഒരു പ്രസ്, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു പ്രസ് മതി. പക്ഷെ നമ്മുടെ താക്കോല് നമ്മുടെ റേഞ്ചിൽ വെച്ചേക്കാം. അതെ, റേഞ്ചിൽ വെച്ചിരുന്നാൽ മതി. ഓക്കെ, ആഘോഷം എല്ലാം. പക്ഷെ ഞാൻ കേസ് കേട്ടാ അടിപൊളി സ്പീഡോമീറ്റർ. ഓവർ കില്ലൊന്നുമില്ല, കാറിന്റെ അതിപ്രസരം ഒന്നുമില്ല. പക്ഷെ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പൊ ഇത് കാണിച്ചേക്കുന്നത് ക്വിക്ക് ഷിഫ്റ്റർ, ഈ കാണിച്ചേക്കുന്നത് ക്വിക്ക് ഷിഫ്റ്റർ ആണ്. ക്വിക്ക് ഷിഫ്റ്റർ ഓൺ ആണ്. ഇത് ട്രാക്ഷൻ കൺട്രോൾ ഏത് ലെവൽ? DQS ഡുക്കാട്ടി ക്വിക്ക് ഷിഫ്റ്റ്. ദെൻ DTC അത് ഡുക്കാട്ടി ട്രാക്ഷൻ കൺട്രോൾ. ABS, വീലി കൺട്രോൾ. ഇതെല്ലാം ഈ അർബൻ എന്ന് പറഞ്ഞ മോഡില് ഇട്ടേക്കുന്നതാണ് കാണിക്കുന്നത്. ഈ ഹെൽമെറ്റ് കാണിക്കുന്നത് സസ്പെൻഷൻ ഏത് ആണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് അതിന്റെ ട്രിപ്പും കാര്യങ്ങളും, അതായത് ട്രിപ്പ് 2, ട്രിപ്പ് 1 അതെല്ലാം ഈ ജോയ്സ്റ്റിക്കിലാണ്. അതെ, അത് അതിനകത്ത് തന്നെ കുറെ ഇൻഫർമേഷൻ വരും. എത്ര റേഞ്ച് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഇപ്പൊ നമുക്ക് ജസ്റ്റ് മോളോട്ടാക്കാം, വണ്ടി സ്റ്റാർട്ട് ആക്കാം, അത്രേ ഉള്ളൂ. ശരി, അപ്പോൾ മീറ്റർ നീ ഒന്ന് ഇതിനകത്ത് നമുക്ക് റേഞ്ച് എത്ര ട്രിപ്പ് സിറ്റിയിൽ 12 ഒക്കെ ഉള്ളൂ. ഹൈവേയിൽ ഒരു 16 വരെ കിട്ടും. അത്ര തന്നെ. പിന്നെ ഇത് ടോട്ടൽ 11,000 കിലോമീറ്റർ ആയി. തറവെക്കില്ല ഞാൻ. ഇതൊക്കെ നമ്മൾ ഓടിക്കണം, ഓടിക്കാനുള്ള വണ്ടിയാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ഡിസ്പ്ലേ തന്നെ കിട്ടും. പിന്നെ ഇതിന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മ്യൂസിക്കും അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവർക്കൊരു മാപ്പ് ഉണ്ട്, സിഞ്ചിക് എന്ന് പറഞ്ഞ. ഒരു വഴിക്ക് കൊള്ളത്തില്ല, ആരും അത് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുമില്ല, ആരും ഉപയോഗിക്കത്തുമില്ല. സാധാരണ ഫോണിന്റെ ഗൂഗിൾ മാപ്പാണ്. പക്ഷേ ഈ ഡിസ്പ്ലേയിൽ ഒരു മാപ്പ് വന്നാൽ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയി. ഞാൻ GS എനിക്ക് അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. അത് ആൻഡ്രോയിഡ് ഓട്ടോ കോമ്പാറ്റബിലിറ്റി. അതെ, അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ വരുന്നത് മെയിൻ ആയിട്ട് റൈഡിംഗ് മോഡ്സ് ആണ്. റൈഡിംഗ് മോഡ്സ് ഇത് കുറെ ഉണ്ട്. അതായത് ഇത് എല്ലാം കസ്റ്റമൈസബിൾ ആണ്. ഇപ്പൊ ഈ അർബൻ എന്ന് പറയുന്ന മോഡിൽ തന്നെ എനിക്ക് സസ്പെൻഷൻ, എഞ്ചിന്റെ പവർ, ട്രാക്ഷൻ കൺട്രോള്, ഈ കാണുന്നതെല്ലാം എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് സ്പോർട്സ്, അതിലും ഇതേപോലെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനൊരു വ്യത്യാസം എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ കസ്റ്റമൈസബിൾ ആണ് നമ്മളുടെ റൈഡർ പ്രിഫറൻസ് എന്ന് പറയുന്നത്. മറ്റു വണ്ടികൾ, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മറ്റു വണ്ടികളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു മോഡ് ഉണ്ടായിരിക്കും, അത് അവർ തരുന്ന ഒരു കസ്റ്റം സെറ്റിംഗ്സ് ആയിരിക്കും ഉള്ളത്. അതിനകത്ത് ഒരു മോഡ് മാത്രം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. റൈഡർ എന്ന് പറഞ്ഞൊരു മോഡ് കാണും, ആ മോഡ് മാത്രമായിരിക്കും നമ്മൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് ഇതെല്ലാം കസ്റ്റമൈസബിൾ ആണ്. എല്ലാ മോഡും നമുക്ക് തന്നെ തീരുമാനിക്കാം. അതിലിപ്പോ സ്പോർട്സിൽ വരുമ്പോഴത്തേക്ക് ഇത് ഒരു ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ത്രോട്ട്ലിംഗ് ആയിരിക്കും. ഇത് മാപ്പ് മാറത്തില്ല, മാപ്പ് മാറും. സ്പോർട്സിലും അങ്ങനത്തെ മാപ്പ് ആയിരിക്കും. ടൂറിംഗിൽ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്കൊരു കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. എൻഡ്യൂറോയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ABS ഓഫ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ABS മാത്രം കിടക്കും, ബാക്കിയുള്ള ബാക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യാനായിട്ട് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി. അപ്പം അത് നല്ലപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ ആ ലെവലിലോട്ട് എത്തിയിട്ടില്ല, പക്ഷെ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇത്രയാണ് ഇതിന്റെ റൈഡിംഗ് മോഡ് വരുന്നത്. ഇത് ഒന്നും അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് അങ്ങ് ഇട്ടാൽ മതി, എന്നിട്ട് ഓരോന്ന് മാത്രം മാറ്റിയാൽ മതിയല്ലോ. ഇല്ല, ഡിഫോൾട്ട് നമുക്ക് അത് എന്താണ് ഡിഫോൾട്ടിലോട്ട് സെറ്റ് ചെയ്യാം. റീസെറ്റ്, ഫോണൊക്കെ റീസെറ്റ് ചെയ്യുന്ന പോലെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെറ്റ് ചെയ്ത് വെക്കുന്ന സംഭവത്തിലോട്ട് വരും. അതിലങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ ഇത് അതെ, യൂസ്ഡ് ആവുന്നല്ല, ഇത് എടുക്കുന്ന ഒരാൾ ഇത് പണി അറിയാവുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ എടുക്കില്ല. പിന്നെ വരുന്നത് സസ്പെൻഷൻ. അതെ, സസ്പെൻഷനകത്ത് ഇത് റൈഡർ പ്ലസ് ബാഗേജ് ഇതിങ്ങനെ കൊടുക്കാം, നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ ഓട്ടോ ലെവലിംഗ് ഉണ്ട്. ഈ ഓട്ടോ ലെവലിംഗ് ആണ് ഞാൻ മിക്കവാറും ഉപയോഗിക്കാറ്. കാര്യം നമ്മളെ റോഡ് മാറി മാറി വരുന്ന ടെറൈൻ ആയതുകൊണ്ട്, അതെ ഇന്ത്യൻ റോഡ്സ്. അപ്പം വണ്ടി തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു ഹൈ സ്പീഡ് കോർണറിങ് ചെയ്യുമായിരുന്നു തമിഴ്നാട്. വണ്ടി വളഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് ഒരു ഹമ്പോ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന്
സസ്പെൻഷൻ ഒന്ന് ലാഞ്ചും അല്ലേ. അതെ, അപ്പോൾ അത് സാധാരണ ഞാൻ എൻ്റെ ചെറിയ വണ്ടികളിൽ പോകുമ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ ലാഞ്ചും, നല്ല സ്പീഡിലാണെങ്കിൽ ഒരു 140 ഒക്കെ സ്പീഡ് ഉണ്ടെങ്കിൽ. പക്ഷെ ഇത് ഒരു പ്രാവശ്യം ഒന്ന് പൊങ്ങി താന്നിട്ട് ഇതങ്ങ് സ്റ്റിഫ് ആവും. അത് ഈ ഓട്ടോ ലെവൽ ഇടുമ്പോഴാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് ആ സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും ആൻഡ് സ്പീഡ് നമ്മൾ അറിയത്തേ ഇല്ല. അത് ഒരു ഭയങ്കര റിസ്കി ഫാക്ടറാണ്. സ്പീഡ് നമുക്ക് അറിയാൻ പറ്റില്ല. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അതെ. പക്ഷെ ബ്രേക്കും അതിനനുസരിച്ച് ഉള്ളതുകൊണ്ട് നമ്മൾ അത് നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് ഇത് ഭയങ്കര സ്പീഡിൽ പോകുന്നതായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇൻ കൺട്രോൾ ആയിരിക്കും. അത് ബ്രേക്കബിൾ ആയിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതെ. അപ്പൊ അതുകൊണ്ട് അത് ഇതാണ്. പിന്നെ വരുന്നത് ഹൈഡ്രോളിക് ക്ലച്ച്. വളരെ യൂസ്ഫുൾ ആണ്. കൺസിസ്റ്റന്റ് ആണ്. എല്ലാവർക്കും ഒരേ പോലത്തെ ടെൻഷൻ ആയിരിക്കും. പിന്നെ റൈഡ് ബൈ വയർ തന്നെയാണ് എല്ലാത്തിനും വരുന്നത്. ഇനി എന്തെങ്കിലും മീറ്ററിൽ വേറെ ക്രൂസ് കൺട്രോൾ ഉണ്ട്. ക്രൂസ് കൺട്രോളിലാണ് അഡാസ് വരുന്നത്. അത് ഇതാണ് സ്വിച്ച് ഓൺ ഓഫ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പീഡിൽ അത് സെറ്റ് ആവും. മിനിമം സ്പീഡ് ഒക്കെ ഉണ്ടോ? അത് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഈ ഫീച്ചർ ശരിക്കും ഉപയോഗിക്കാറില്ല. അതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഹൈവേയിൽ പോകുന്നു, സൈഡിൽ ഒരു സൈക്കിളോ അല്ലെങ്കിൽ ഒരു ബൈക്കോ പോവുകയാണ്, നമ്മൾ ഈ ഫീച്ചർ ഓൺ ആക്കി വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബൈക്കിന്റെ സ്പീഡിലേ പിന്നെ ഈ വണ്ടി പോകത്തുള്ളൂ. അപ്പോ പെട്ടെന്ന് ഇപ്പം സപ്പോസ് ഇപ്പൊ സിദ്ധാർത്ഥ് എന്നെ ഫോളോ ചെയ്യാണ്, എന്റെ പുറകെ കാർ ഓടിച്ച് വരികയാണ്, ഞാൻ ഫ്രണ്ടിൽ പോവുകയാണ്, ഒരു കാരണമില്ലാതെ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ സിദ്ധാർത്ഥ് എന്നെ ഇടിക്കാനുള്ള ചാൻസസ് കൂടുതലല്ലേ? ആ സംഭവം എനിക്ക് അഡാസില്ല. നമ്മൾ ഇന്ത്യൻ റോഡ്സിന് അഡാസ് ആവശ്യമുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. കമ്പ്യൂട്ടർ ടേക്ക് ഓവർ ചെയ്യും. ഞാനിത് യൂസ് ചെയ്യുന്നത് അല്ല, ഞാനിത് യൂസ് ചെയ്യുന്നത് റൈഡൊക്കെ പോകുമ്പോൾ നമ്മളുടെ ബാക്കിൽ കൂടെ ഉള്ള ആള് കുറച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ നമ്മളൊരു 50 കിലോമീറ്റർ 60 കിലോമീറ്ററിൽ സ്റ്റോൾ ചെയ്ത് പതുക്കെ പോകുമല്ലോ, ആ സമയത്താണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഫ്രീ ആയിട്ടിരിക്കും, കുറച്ച് നേരം അങ്ങനെ അവരൊന്ന് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട്. ഇതൊരു മൊബൈൽ ഹോൾഡറാണ്. മൊബൈൽ വെക്കാം, ചാർജ് ചെയ്യാം, മൊബൈൽ ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്ക്. അതെ, ഇതിനകത്താണ് ഞാൻ കീ ഇടാറ് മിക്കവാറും. ശരിയാണ്. അങ്ങനെ കീ അതിനകത്ത് ഇട്ട് വെച്ചേക്കാൻ പറ്റും. അങ്ങനെ പിന്നെ സ്റ്റോക്ക് വരുന്നതാണ്. ഇതിനകത്താണ് അഡാസിന്റെ അല്ല, സോറി, ഇത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ. ഇത് ഞാൻ കാണിച്ചു. ഇത് ഓൺ ആക്കുമ്പോൾ വർക്ക് ചെയ്യും. അത് കാണിക്കാം. ഓക്കെ, ഇതാണ്. ഇത് നമുക്ക് പുറകിൽ നിന്ന് വണ്ടി വരും. മെയിൻലി ബൈക്ക് റൈഡൊക്കെ പോകുമ്പോൾ പുറകിൽ നിന്ന് ബൈക്കുകൾ അഗ്രസീവായിട്ട് കയറി വരുന്നത് നമ്മൾ കാണാതെ ആക്സിഡന്റ് പറ്റും. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഫീച്ചറാണ്. കാര്യം ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഈ സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റില്ല ബാക്കിലുള്ള വണ്ടി. അതെ അതെ, ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നല്ല ഉണ്ട് കേട്ടോ വണ്ടി. കാരണം വെച്ചാലേ താഴെ എല്ലാം നമ്മളെ ദേഹത്ത് വരില്ല. ആ രീതിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സംഭവം. ആൻഡ് സ്ലൈഡർ ഒക്കെ ഉണ്ടായിരുന്നു. അത് നീ വാങ്ങിച്ചാണ്? സ്ലൈഡർ പിന്നീട് വാങ്ങിച്ചതാണ്. അല്ലേ? കളറിൽ പുറകിലും കൂടെ വെക്കണം. ഇത് ഇൻഡിക്കേറ്റർ അല്ലേ? അതെ, എന്റെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതാണ്. പിന്നെ കോർണറിംഗ് ABS, പിന്നെ കോർണറിംഗ് ലൈറ്റ്സ്. കോർണറിംഗ് ABS എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കോർണർ ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യും. നോർമലി ABS ഉള്ള വണ്ടികളാണെങ്കിൽ കോർണർ ചെയ്യുന്ന സമയത്ത് ആ ABS പിടിച്ചാലും വീഴാനുള്ള സാധ്യതയില്ലേ? സ്ലൈഡ് തന്നെ അങ്ങ് പോകും. ഇത് വരുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞില്ല, എന്താ സൈഡ് ബോക്സ് അല്ലേ? സൈഡ് ബോക്സിനുള്ളതാണ് ഈ സംഭവം. അത് അഡ്ജസ്റ്റബിൾ ആണത്. അതെടുത്തിട്ട് ഓക്കെ അത് കൊള്ളാം. അപ്പോൾ സൈഡ് ബോക്സ് ഡുക്കാട്ടിയുടെ തന്നെ വാങ്ങിക്കണം അല്ലേ? ഡുക്കാട്ടിക്ക് ഗിവിയാണ് തോന്നുന്നു. അത് വിലയുണ്ട്, 1.2 lakhs വിലയുണ്ട്. അതുണ്ട്. അതുണ്ട്, നല്ല എക്സ്പെൻസീവ് ആണ് ഇതിന്റെ പാർട്സ് എല്ലാം. സർവീസ് കോസ്റ്റ് എനിക്ക് ഭയങ്കരമായി തോന്നിയില്ല. എനിക്ക് ഇപ്പൊ ഞാൻ ഒരെണ്ണമാണ് ചെയ്തത്. റൊട്ടീൻ ചെക്കപ്പും ഒരു ബ്രേക്ക് പാഡ്, റെയർ ബ്രേക്ക് പാഡ് മാറ്റിയായിരുന്നു. അതെല്ലാം കൂടെ എനിക്കൊരു 16,000 rupees ആയി. ഓയിൽ ചേഞ്ച് ചെയ്തില്ല ആ പ്രാവശ്യം. ഓയിൽ ചേഞ്ച് 15,000 kilometer ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ചെയ്തില്ല. അപ്പൊ ഇതിപ്പോ 15 hour ആയി. ഉടനെ ഒരു റൈഡും കൂടെ പോയിട്ട് ഓയിലും എല്ലാം മാറും. ബ്രേക്ക് പാഡ്സ് 10,000 kilometer ബ്രേക്ക് പാഡ് പോകും.
അത്രമേ കിടക്കുള്ളൂ. പക്ഷേ ടയറും ഏകദേശം അത്രേ കിടക്കത്തുള്ളൂ. പക്ഷേ എനിക്കതിൽ വലിയ സങ്കടമൊന്നുമില്ല. കാര്യം നല്ല രീതിയിൽ ബ്രേക്കിംഗ് കിട്ടും. നമുക്ക് ജീവനല്ലേ മുഖ്യം. സത്യം വീണ് 50,000 ഇപ്പൊ ആശുപത്രിക്ക് അറിയാലും മതി. അതെ അതെ, അത് വെച്ച് നോക്കുമ്പോഴത്തേക്കല്ലേ. അല്ല, നമുക്ക് ആ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഒരു സേഫ്റ്റി ഫീച്ചർ ആണല്ലോ. അപ്പൊ ടയേഴ്സും ബ്രേക്കും പൈസ ചെലവാക്കുന്നതിൽ എനിക്ക് വലിയ മടിയില്ല. അത് അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ വണ്ടി ഇല്ലേ, നമുക്കിപ്പോ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഇല്ലേ, ഇതിനൊരു പ്രത്യേക സെഗ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇത് GS ആയിട്ട് കമ്പയർ ചെയ്യാനും പറ്റൂല. ഇപ്പം അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു, വ്യക്തമായി പറഞ്ഞു. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, റൈഡേഴ്സ് പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഗ്രസീവ് ആയിട്ടുള്ള ത്രോട്ടിൽ, അഗ്രസീവ് ആയിട്ടുള്ള ഇടയ്ക്കൊന്ന് പൊളിക്കണം, അതുപോലെ എന്താ പറയട്ടെ, RPM കയറ്റി നിർത്തി ഓടിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പം എങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ ഹൈവേസിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് ഒരു ക്രൂസിംഗ് ആയിട്ടുള്ള വണ്ടിയായിരിക്കും. അത്യാവശ്യം മോശം റോഡിൽ നമുക്ക് നല്ല സസ്പെൻഷൻ സപ്പോർട്ട് ചെയ്യുന്ന വണ്ടി വേണം. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു പാക്കേജ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. എല്ലാത്തിനും ഓരോ വണ്ടി വെച്ച് വാങ്ങിച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് അതെ, GS ഹെവി ആണ്. GS ആക്ച്വലി പറ്റും. പക്ഷേ GS ഇത്രയും അഗ്രസീവ് അല്ല. നമുക്കൊരു സ്പോർട്സ് ബൈക്ക് പോലും അതിനെ ഓടിക്കാൻ പറ്റത്തില്ല. ഇത് നിനക്കൊരു രണ്ട് വേൾഡ് അല്ലേ? എനിക്ക് ഇത് ഒരു അഡ്വഞ്ചർ വണ്ടി ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും, ടൂറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സ്പോർട്സിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഇതുമായിട്ട് എന്താണ് അതെ അതെ, അത് ഭയങ്കര നിമ്പിളാണ്. ഈ വെയിറ്റും കാര്യങ്ങളും ഒന്നും വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യില്ല. ഇത് ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഓടിക്കാനും പറ്റും. അപ്പൊ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ആ ഒരു അത് എല്ലാം കൂടെ കിട്ടില്ലല്ലോ നമുക്ക്. അല്ല, അത് പോയിന്റ്. അത് മാത്രമല്ല, ഡിസൈൻ ആരും ഇല്ലേ, നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഭംഗിയുടെ കാര്യത്തിൽ GS ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യില്ല. ഇത് തന്നെയാണ്. പിന്നെ ഇറ്റാലിയൻ, അത്രേ ഉള്ളൂ. ഇറ്റാലിയൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അത് വേറെ ഇല്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അതിന്റെ ഇപ്പം നമ്മളെ ഫുട്രസ്റ്റിലോട്ട് വരുന്ന അലുമിനിയം പീസ്, ബ്രേക്ക്, ഇതൊക്കെ അവർ ചെയ്തു വെച്ചേക്കും. നോക്കി, വളച്ചും തിരിച്ചും എത്ര ബെൻഡാണ് കൊടുത്തേക്കുന്നത്. അവർക്ക് ആ ഒരു സ്റ്റൈലിലേ അവർ ചെയ്യുള്ളൂ. ഇറ്റാലിയൻ കാസ് ആണെങ്കിലും അങ്ങനെയാണല്ലോ. ഇപ്പൊ വെൽഡ് പോയിന്റ്സ് ആയാലും കണ്ടില്ലേ, അത് കാണാൻ പോലും ഇല്ല. അതെ, അത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അല്ല, ഇത് കാസ്റ്റിംഗ് ആയിരിക്കും തോന്നുന്നത്. പക്ഷെ എന്നാലും ആ ഡിസൈൻ എനിക്ക് ഭയങ്കര ഒരു കണ്ടില്ലേ, ആ ഒരു ചേസിന്റെ എല്ലാം ഒരു ഭംഗിയിലേ അവർ ചെയ്യുള്ളൂ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയട്ടെ, സോ അതുകൊണ്ടാണ് അങ്ങേയറ്റം വേണം. ഇത് ഞാൻ പറയട്ടെ, GS എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടിലും അറൗണ്ട് ഒരു GS-നെക്കാട്ടിലും ഒരു 7-8 ലക്ഷം രൂപ എക്സ്ട്രാ പ്രൈസ് കൂടുതലാണ്. ഞാനതാണ് ചൂസ് ചെയ്യുക. കാര്യം GS കുറച്ച് അധികം കംഫർട്ടബിൾ ആണ്. വണ്ടി കുറച്ചധികം കംഫർട്ടബിൾ ആണ്. എനിക്ക് അത്രയും കംഫർട്ടിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ അഗ്രസീവ്നെസ് ആണ് താല്പര്യം. കംഫർട്ട് മാത്രം നോക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ടും GS പ്രിഫർ ചെയ്യത്തുള്ളൂ. മനസ്സിലായി. അപ്പൊ എനിക്ക് കംഫർട്ട് മാത്രമല്ല, എനിക്ക് ആ ഒരു നമുക്ക് ഫീൽ വേണ്ടേ. അല്ല, അത് നീ പറഞ്ഞ പോയിന്റ് ആണ്. കാരണം ഓരോരുത്തരുടെ പ്രിഫറൻസ് ഉണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇത്രയും മോഡ്സ് ഉണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇതെല്ലാം യൂസ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാത്ത ഒന്നുമില്ല ഇതിനകത്ത്. ആ രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ക്രൂസ് കൺട്രോൾ മേ ബി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ബാക്കി അങ്ങനെ എനിക്ക് തോന്നില്ല നമ്മുടെ റോഡിലൊന്നും അത്ര ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ബാക്കി ഇതിനകത്തുള്ള ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം 7-8 വരിയുള്ള റോഡിലൊക്കെ അവന്മാർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് എന്തിനാണ് ക്രൂസ് കൺട്രോൾ? ശരത്തെ, സ്ഥലമുണ്ട് പക്കല്ലേ? സ്ഥലം അടിപൊളിയാണ്. നല്ല ഹൈറ്റ്, നല്ല വ്യൂ ഇല്ലേ? കിടിലൻ വ്യൂ ആണ്. അതെ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു കോവളം. ഇത് കോവളത്തെ ബൈ റോഡാണ്. കോവളം ഇതല്ലല്ലോ നീ പറയാറ് സാധാരണ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം വണ്ടിയുടെ നല്ല വശങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഹാർഡ് ഫാക്സിലോട്ട് കടക്കാം. അതെ, ഇതൊന്നും ആരും അങ്ങനെ വെളിയില് ഇല്ലേ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആൾക്കാർ പറയുന്ന കാര്യങ്ങളല്ല. ഓക്കെ, നമുക്ക് ക്യാമറ സ്റ്റാൻഡ് ഇപ്പൊ പോയാന്. ഓക്കെ, നമുക്കപ്പം ഇത് നോക്കാം. ശരി, സ്പെയർ പാർട്സിന്റെ പ്രൈസും കാര്യങ്ങളും ആരും വെളി വിടാത്ത കാര്യങ്ങളാണ് ഇല്ലേ? ഡുക്കാട്ടി ഈസ് എക്സ്പെൻസീവ്. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ അലോയ് 2 ലക്ഷം രൂപ പ്രൈസ് വരും. എത്ര? 2 ലക്ഷം രൂപ പ്രൈസ്. ഒരെണ്ണം അല്ല, രണ്ടെണ്ണത്തിന്. പക്ഷെ എന്റെ അമ്മ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $2000. അതെ. ഇപ്പം സൈഡ് പാനിയേഴ്സ് ബോക്സസ് ഉണ്ടല്ലോ, അത് 2 ബോക്സിന് 1.2 lakhs വരും. ഒരു പെയർ. സെപ്പറേറ്റ്. അത് 1 ആണെന്ന് തോന്നുന്നു. ഓക്കെ. ആൻഡ് ഫ്രീ ഫ്ലോ എക്സോസ്റ്റ്
അതിന്റെ കമ്പനി അല്ല, ഇത് സ്റ്റോക്ക് എക്സോസ്റ്റ്. ഇതിന്റെ ഒരു അക്രോപോയിച്ച് എക്സോസ്റ്റും കൂടെ ഉണ്ട്. അത് നമുക്ക് കമ്പനിയുടെ കമ്പനിയുടെ അത് മോഡിഫിക്കേഷൻ ആവില്ല. അവരുടെ മാപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം ഒരു പോയിച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ട് അക്രോപോയിച്ചിന്റെ സ്ലിപ്പ് ഓൺ മാത്രം വെക്കാം. ചെറിയൊരു ടോൺ ഡിഫറൻസ് മാത്രമേ വരുള്ളൂ. മനസ്സിലായി. അത്രേ ഉള്ളൂ. ഇതിന്റെ ഫുൾ സിസ്റ്റം ഉണ്ട്. അതിന് എത്ര രൂപ ഈ പറഞ്ഞ എക്സോസ്റ്റ് ജസ്റ്റ് കാനിസ്റ്റർ മാത്രം? അതിന് എനിക്ക് തോന്നുന്നു 2 lakh 2.3 lakh ഉണ്ട്. ആൻഡ് ഫുൾ സിസ്റ്റം ഉണ്ട്. ഫുൾ സിസ്റ്റത്തിന് സെപ്പറേറ്റ് മാപ്പ് വെച്ച് തരും. അതായത് ഡുക്കാട്ടി പെർഫോമൻസ് എന്തോ പറയും അതിന്. അങ്ങനെ മോളിൽ നിന്ന് വരും. മോളിൽ നിന്ന് ഫുൾ പൈപ്പ് 4.5 ലക്ഷം രൂപ പ്രൈസ് ഉണ്ട്. അതിന്റെ സൗണ്ട് നീ കേട്ടിട്ടുണ്ട്? നല്ല സൗണ്ടാണ്. എനിക്ക് തോന്നുന്നു അടിപൊളിയാണ്. 90-95 ഡെസിബൽ വരുമായിരിക്കും അത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം അത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് പിടിക്കാൻ പറ്റത്തില്ല, കാരണം കമ്പനി വാങ്ങുന്നതാണ്. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായ ധാരണയില്ല. കാര്യം അത് സൗണ്ട് ഇതാണ്, എന്താണ് പറഞ്ഞില്ല, 95 ഡെസിബിൾ കൂടുതലാണ്. അല്ല, 95 ഡെസിബിളേ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു 100 ആണെന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്ക് അത് വ്യക്തമല്ല. പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കമ്പനിയിൽ നിന്ന് ഒരു കമ്പനി അപ്രൂവ്ഡ് OEM സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സീൻ ഇല്ല എന്നാണ് പറയുന്നത്. എനിക്ക് അത് ക്ലിയർ അല്ല. ബിക്കോസ് അത് പെർഫോമൻസ് നമുക്കിത് ട്രാക്കിൽ ഇറക്കാൻ മാർക്കറ്റ് ആണോ ട്രാക്ക് യൂസ് മാത്രമാണോ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ശരി. അപ്പൊ എക്സോസ്റ്റ് എല്ലാം ഇപ്പൊ ഏകദേശമായി. വേറെ മറ്റു സാധനങ്ങൾ പറയാം. ഇപ്പൊ മിറർ പോണ കൺസ്യൂമബിൾസ്. മിറർ എനിക്കറിയില്ല. ബ്രേക്ക് പാഡ്സ് 4 പാഡ് വരും ഫ്രണ്ടില്. 4 വരുമല്ലോ. 2 കാലിപ്പർ അല്ലേ? മനസ്സിലായി. അപ്പൊ 4 വരും. 4 കൂടെ 21-22,000 വരും. 5,000 രൂപ വെച്ച് വരും. അത് ബ്രംബോയുടെ ആണ്. അതിനനുസരിച്ചുള്ള ബ്രേക്കിംഗ് തരുന്ന ഒരു തെറ്റില്ല. പക്ഷേ 10,000 കിലോമീറ്റർ ആകുമ്പോ 20,000 രൂപ മാറ്റി വെച്ചോ. 25 രൂപ ആദ്യമേ ഒരു ചിട്ടിക്ക് ചേർന്നോണം. അടുത്ത് ടയർ ബാക്ക് 10,000. ഫ്രണ്ട് ആണ് 21,000. ഫ്രണ്ട് 21, ബാക്ക് 10,000. അപ്പം ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി. അറൗണ്ട് 35,000 രൂപ. അല്ല, ബാക്ക് അങ്ങനെ പെട്ടെന്ന് പോവില്ല. ഫ്രണ്ട് ആണല്ലോ നമ്മൾ എല്ലാവരും പെട്ടെന്ന് ഉപയോഗിക്കുന്നത്. ടയർ അത് ഉപയോഗം പോലെയാണ്. അഗ്രസീവ് ആയിട്ടുള്ള ത്രോട്ട്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് 10 രൂപ. 38. 2 ടയർ രണ്ടും കൂടെ 38 അടുപ്പിച്ചാവും. 2 ടയറും കൂടെ ആയപ്പോഴത്തേക്ക് 38,000 രൂപ. അത് എനിക്ക് തോന്നുന്നു പെർലി ഉപയോഗിക്കുകയാണെങ്കിൽ, സ്കോർപിയോൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതിന് 38 പ്രൈസ് വരുന്നുണ്ട്. ഈ പറഞ്ഞ ആ ഒരു സേഫ്റ്റിയും ബ്രേക്കിംഗ് എഫക്റ്റ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ അതിന് ഉപയോഗിക്കണം. അതെ. ലോഞ്ചിറ്റ്യൂഡ് ടയർ അത് 10,000 10 to 15. 10 to 15, മാക്സ് 15 ആയിരിക്കും. ഇതായിരിക്കും. ഞാൻ ഇനി കുറച്ചുകൂടെ ഓഫ് റോഡ് ഓറിയന്റഡ് ടയേഴ്സ് യൂസ് ചെയ്യാനുള്ള പ്ലാൻ. ഒരു ടയർ ഉണ്ടായിരുന്നു, പിറലി സ്ട്രീറ്റ് ഡീമൻ എന്ന് അങ്ങനെ എന്താ പറഞ്ഞ ടയറല്ലേ, എന്തോ ഒരു ടയർ. കാരണം പണ്ട് നമ്മളൊരു പൾസർ ഇട്ടിരുന്നു, 10,000 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് തേഞ്ഞു. അപ്പൊ അത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഈ സാധനം ഒരു രക്ഷയില്ല. സോഫ്റ്റ് കോമ്പൗണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ, സോഫ്റ്റ് കോമ്പൗണ്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ തേയ്മാനം വരും. പക്ഷെ ഗ്രിപ്പ് കൂടുതലായിരിക്കും. ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്നത് റോസോ 2 എന്ന് പറഞ്ഞ ടയറാണ്. എന്റെ Z1000 ഉപയോഗിച്ചോണ്ടിരുന്നത്. എനിക്ക് ഈ ബ്രാൻഡുമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഒരുപാട് സംഭവത്തിൽ ഞാൻ നല്ല അഗ്രസീവായിട്ട് ഓടിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടയേഴ്സും ബ്രേക്സും എന്നെ സേവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ കോംപ്രമൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. പലപ്പോഴും ബ്രേക്ക് വേണം. എന്നാലേ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ ഫാസ്റ്റ് യു ആർ ഗോയിങ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ഫാസ്റ്റ് യു ക്യാൻ ബ്രേക്ക്, ഹൗ സേഫ്ലി വി ക്യാൻ സ്റ്റോപ്പ് ദി വെഹിക്കിൾ. അപ്പം അതുകൊണ്ട് അത് ഞാൻ പറയില്ല, അത് എടുത്തോട്ടെ. ഇല്ല, അത് കുഴപ്പമില്ല. ശരി, അടുത്ത വേറെ എന്തൊക്കെ നമുക്ക് വരാം. പിന്നെ എനിക്ക് തോന്നിയത് എന്ന് പറയുന്നത് ഫുഡ് റെസ്റ്റിന്റെ ഒന്നും പ്രൈസ് എനിക്ക് അറിയില്ല. ഇതൊന്നും അത്ര പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സാധനങ്ങളല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ഒടിയാതിരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ആൻഡ് ഇത് എൻജിൻ ഗാർഡ്, ഇത് വേറെ ബ്രാൻഡിന്റെ ആണ്. അത് 35,000. ഇത് ഒറിജിനൽ ആണെങ്കിൽ 70,000. ഡുക്കാട്ടി വിൽക്കുന്നത് 70,000 അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതൊക്കെ ഇതെല്ലാം കമ്പനി. ഇത് എനിക്ക് തോന്നുന്നു 1.5 lakhs അടുപ്പിച്ച് ഈ കവറിന് പ്രൈസ് ഉണ്ട്. ഈ കവർ 1.5 lakhs അടുപ്പിച്ച് പ്രൈസ് വരും തോന്നുന്നു. ഹാൻഡിൽ ബാർസ് 15,000 സംതിങ് ആണ് തോന്നുന്നു. ഇതൊന്നും എനിക്ക് അത്ര ഉറപ്പല്ല. ഞാൻ ഒരിക്കൽ ചോദിച്ച് മനസ്സിലാക്കിയത് വെച്ചിട്ട് പറയുന്നത്. എനിക്ക് തോന്നുന്നു ബ്രേക്ക് ബ്രേക്ക് ലിവർ ഒരു 10 to 12,000 15,000 ആ റേഞ്ച് വരും. എനിക്ക് തോന്നുന്നു അത് ഡുക്കാട്ടിയിൽ ഏറ്റവും കുറഞ്ഞതാണെന്ന് തോന്നുന്നത്. ബാക്കിയുള്ള വണ്ടികൾക്ക് ചിലപ്പം കൂടുതലാവാനും സാധ്യതയുണ്ട്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഒന്ന് വീണ
പണി പാലിലാണ്, എടുത്തേ പറ്റുള്ളൂ. പക്ഷേ ഒരു വിധം ഇത് എനിക്ക് തോന്നുന്നു 2023 സേഫസ്റ്റ് മോട്ടോർ സൈക്കിൾ ആയിരുന്നു ഇൻ ദി വേൾഡ് ആയിരുന്നു. കാര്യം ഇവരിൽ അത്രയും ക്വാളിറ്റിയുള്ള ട്രാക്ഷൻ കൺട്രോളർ, ട്രാക്ഷൻ കൺട്രോൾ ഡിവൈസസ്, പിന്നെ ABS ഇതെല്ലാം വളരെ, അതായത് നമ്മൾ നോർമലി ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു വാഗമണിലൊരു ട്രിപ്പ് പോയി. അപ്പം ഒരു വളവായിരുന്നു. ആ വളവ് കയറി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്ട്രെയിറ്റ് ഒരു കയറ്റമാണ്, അത് കുത്ത് കയറ്റം. നമ്മളിപ്പോൾ ഈ കാണുന്ന കയറ്റത്തിനേക്കാളും വലിയൊരു കയറ്റമാണ്. ഫുൾ ലഗേജ് പില്ലിനും ഉണ്ട്. അപ്പോൾ അങ്ങനെ കയറുമ്പോഴത്തേക്ക് എനിക്ക് നിർത്താൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ടയേർഡാണ്, ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നതാണ്, ഞാൻ നല്ല ടയേർഡാണ്. നിർത്താൻ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഫുൾ മഴ, വെള്ളം ഇങ്ങനെ റോഡിൽ ഒലിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കേട്ടത്തില്ല. അപ്പം മല ഏരിയയാണ്, നമുക്ക് പറയാൻ പറ്റില്ല എവിടെ റോഡുണ്ട് എവിടെ റോഡില്ല, ഒന്നും അറിയത്തില്ല. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ വെറുതെ ഫസ്റ്റിലിട്ടിട്ട് ത്രോട്ടിൽ കൊടുത്തോണ്ടേയിരുന്നു. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ക്ലൈം ചെയ്ത് കയറിപ്പോ നമ്മൾ ഈ ഓഫ് റോഡ് ബൈക്കിലൊക്കെ ക്ലൈം മോഡ് ഉണ്ടല്ലോ, കയറത്തില്ലേ, അതേപോലെ ഇത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് സ്ക്രീനിൽ കാണാം ട്രാക്ഷൻ ഓഫ് ആവുന്നത്, അതായത് ട്രാക്ഷൻ ബ്ലിങ്ക് ചെയ്യും. എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ വളരെ കൂളായിട്ട് ക്ലൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ ഇവരുടെ ട്രാക്ഷൻ കൺട്രോളൊക്കെ അത്രയും അവര് ഡിസൈൻ നല്ല രീതിയിൽ അവർ പണി നല്ലൊരു ഇൻക്ലിനേഷനിൽ നമ്മൾ നല്ല മഴയത്ത് വണ്ടി ഓഫായി പോയാലേ നമ്മൾ ബാക്ക് ബ്രേക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്കിൽ നിൽക്കണമെങ്കിൽ നമ്മൾ താഴോട്ട് സ്ലൈഡായി വീഴും. പക്ഷേ ഇത് ഓഫാക്കി തന്നില്ലല്ലോ, അതിന്റെ വലിയ ഒരു വർഷം പോലും അങ്ങനെയൊന്നും ആയില്ല, ഓഫ് ആയില്ല. അത് വളരെ കൂളായിട്ട് അത് കയറിപ്പോയി. ആൻഡ് മേളിൽ ചെന്നപ്പോൾ ചെളിയുമായിരുന്നു, എന്നിട്ടും ഒരു പ്രോബ്ലം വന്നില്ല. ആൻഡ് ടയർ ട്രാക്ക് ടയർസ് ഇതല്ലല്ലോ നമ്മളുടെ, ടയേഴ്സ് അല്ല, ഡ്യുവൽ പർപ്പസും അല്ല. അപ്പം അത് എനിക്ക് ശരിക്കും സർപ്രൈസിങ് ആയിരുന്നു ഇത്രയും. പിന്നെ വേറൊരു സീൻ ഞാൻ പറയട്ടോ, ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പം ഞാൻ GS 310 ഒക്കെ ഓടിച്ചിട്ടുണ്ട്, മറ്റേ GS 1200 ഞാൻ ഓടിച്ചിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ടൈഗറൊക്കെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇല്ലേ ഇതിൻ്റെ ഏത് ഹൈറ്റുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചില്ല, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നിരുന്നേരം ഇത് നോക്ക്, എൻ്റെ ഈസിലി മൊത്തം തന്നെ ഇരിക്കുകയാണ് കണ്ടോ. അപ്പം വേറെ സീനില്ല, നമ്മളുടെ കോൺഫിഡൻസ് മാറും. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഇപ്പം ഒരു രണ്ട് കല്ലോ എന്തെങ്കിലും കിടക്കുവാണ്, കയറ്റാൻ അതിന് പുറത്തൂടെ കയറ്റി പോണോ വേണ്ടയോ എന്ന്. അതാ മറ്റേ പോയി ഇതിപ്പോ നിന്നാലും കാലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഇട്ട് ഡൗൺ ചെയ്ത് എടുക്കാം. അതെ, അപ്പൊ ആ ഒരു പോയിക്കോ ഇടിക്കാതിരിക്കാൻ പറഞ്ഞ പൊക്കോളൂ. അപ്പൊ വി സേവ്ഡ് എ ലൈഫ്. ഓക്കെ, ശരി. അപ്പൊ പറഞ്ഞു വന്ന് ബ്രോ, അപ്പൊ അത് നമുക്ക് കയറ്റത്തിന്റെ ഇടയിൽ ഒന്നാലും നമുക്ക് അതൊരു അസിസ്റ്റ് ആണ്. നമുക്ക് കോൺഫിഡൻസ് മാറും. ഇപ്പം ഞാൻ ഇത് എലിഫന്റ് ടേൺ ചെയ്യും, അതായത് കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ കറക്കി. എനിക്ക് എന്റെ ചെറിയ GS എനിക്ക് പേടിയാണ്, കാര്യം പൊക്കം എനിക്ക് ടോ തന്നെയാ തീർന്നില്ലേ. അപ്പൊ ഇത് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിലും ബേസിക് ആയിട്ട് കാല് കുത്താൻ പറ്റുന്നുണ്ട്. നമ്മുടെ കാലിൽ നിൽക്കും. ഇത്രയും വെയിറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും നമുക്കത് ചെയ്യാൻ പറ്റും മഡില്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് അവരുടെ ഡിസൈനിൽ ഇഷ്ടപ്പെട്ടു. സാധാരണ നോർമലി യൂറോപ്യൻസ് അവരുടെ വണ്ടികളൊക്കെ ഉണ്ടാക്കുന്നത് 6 അടി പൊക്കം. അതെ, അവന്മാർക്ക് ഇതൊക്കെ കുട്ടി വണ്ടിയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നമ്മളെല്ലാരെയും പരിഗണിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യം വെച്ചാൽ നമുക്ക് ഇതിൽ സസ്പെൻഷൻ ഹൈറ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കൂട്ടാനും കുറയ്ക്കാനും പറ്റും. സീറ്റ് 2 ലെവലിൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റിലുണ്ട്, ഊരിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നല്ലതാ. പിന്നെ ഇതൊക്കെ ഇല്ലേ നമുക്ക് മറ്റേ ആഫ്റ്റർ മാർക്കറ്റ് ഗ്രിപ്പ് ഒക്കെ വരുന്നില്ലേ, ഹീറ്റഡ് ഗ്രിപ്സ് ഉണ്ട്. ഇതിൽ വെച്ചിട്ടില്ല ഞാൻ, സ്വിച്ച് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് അതിന്റെ സ്വിച്ച് ആണ്. ഇത് ഞെക്കിയാൽ ചൂടാവും അല്ലേ? ഇത് ഞെക്കിയാൽ ഗ്രിപ്പ് ചൂടാവും. അത് തണുപ്പുള്ള രാജ്യത്തെ ആവശ്യമുള്ളൂ, നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഞാൻ പറഞ്ഞ നമുക്ക് വേണ്ടത് കൂൾ ഗ്രിപ്സ് ആണ്, മനസ്സിലായില്ല? ഇതിന് ഇപ്പൊ ഹീറ്റഡ് സീറ്റ് ഇല്ല. സീറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വിച്ചും കൂടെ വരും. അത് ഡുക്കാട്ടി അതിന് ആവശ്യത്തിനനുസരിച്ച് ചൂടാവുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇല്ല, ഞാൻ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിക്കറിട്ടോണ്ട് വണ്ടി ഓടിക്കാവോ? പറ്റുമല്ലേ? ഞാൻ ഷോർട്സ് ഇട്ടുകൊണ്ട് ഓടിക്കാറുണ്ട്. ഞാൻ എന്റെ എല്ലാ വണ്ടിയും ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ട് ഇവിടെയൊക്കെ ഓടിക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഇതുവരെ ചൂട് തോന്നിയിട്ടുണ്ട്. എനിക്ക് R1 ഓടിച്ചപ്പോ നല്ല ചൂടായിട്ട് തോന്നി. R1 ഓടിച്ചപ്പോ ചൂടായിട്ട് തോന്നിയിട്ടുണ്ട്. ഡയറ്റോണ കവാസാക്കി ചൂട് തോന്നിയിട്ടില്ല എനിക്ക്. കവാസാക്കിയുടെ ZX14R ചൂട് ഫീൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ Z1000 ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കാര്യമായ ചൂടൊന്നും വന്നിട്ടില്ല. ട്രയംഫിന്റെ ഭയങ്കര ചൂട് കുറവല്ലേ? ഹോണ്ട ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഓടിച്ചിട്ടുള്ളതിൽ എനിക്ക് ചൂട്
ഫീൽ ചെയ്തിട്ടുള്ളത് കൂടുതലും ഡുക്കാട്ടിയാണ്. R1 ഉണ്ട്, പിന്നെ ട്രയംഫിന്റെ പഴയ മോഡൽസ് നല്ല ചൂടാവും. സ്ട്രീറ്റ് ട്രിപ്പിൾ അല്ല ഞാൻ കൊണ്ടുവന്നത്, ഡയറ്റോണ ചൂടാവും ട്രാഫിക്കിൽ. ഇതും ചൂടാവും, പക്ഷെ ഇത് 100 ആവുമ്പോഴത്തേക്ക് ഉടനെ ഫാൻ ഓൺ ആവും. ആൻഡ് ഈ ഫാൻസ് പുറത്തോട്ടാണ് ഇവര് വിടുന്നത്. രണ്ടിടത്തും ഫാൻ ഉണ്ട്. ഈ രണ്ട് സൈഡിൽ നിന്നും ഇത് പുറത്തോട്ടാണ് കാറ്റ് വിടുന്നത്. അപ്പൊ നമ്മളെ കാല് ഇവിടെ ഇല്ലേ വരുന്നത്, കാലിൽ കാറ്റ് വരില്ല. ഇത് ഇങ്ങനെ പുറത്തോട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ഇത് ഓയിൽ കൂളറാണ്. അതെ, രണ്ട് സൈഡിലായിട്ടാണ്, 2 ഓയിൽ കൂളറും പിന്നെ റേഡിയേറ്റർ അങ്ങനെ വരുന്നത്. അതെ, എനിക്ക് അറിയില്ല അതിന്റെ സത്യം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് വണ്ടി, പക്ഷെ എങ്കിലും കൊള്ളാം. ഇവരുടെ എഞ്ചിനീയറിംഗ് സൈഡ് ഇവര് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് അത് നീ ഇപ്പൊ സർവീസ് സെന്ററിൽ കൊടുക്കണോണ്ട് കുഴപ്പമില്ല, പണിയാൻ പറ്റില്ല. ഇത് അവരുടെ എഞ്ചിനീയേഴ്സിനെ ഇത് പണിയാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉണ്ട് ഇത് ഡു ഇറ്റ് യുവർ സെൽഫ് എന്നും പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലാണല്ലോ, മറ്റുള്ളയിടത്തൊക്കെ അവന്മാര് രാത്രി ഇരുന്ന് എഞ്ചിൻ പണിയാണ് ടീംസാണ്. അതുകൊണ്ട് തന്നെ വേറെ സീനൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് ക്രൂസ് കൺട്രോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ലെഫ്റ്റിലത്തെ സ്വിച്ചിൽ ക്രൂസ് കൺട്രോൾ ഓൺ ആക്കാം. അതേപോലെ തന്നെ പ്ലസ് മൈനസ് ബട്ടണിൽ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഈ വണ്ടിയിൽ ക്രൂസ് കൺട്രോൾ ഓൺ ആവുന്ന സമയത്ത് ഫ്രണ്ടിലും ബാക്കിലും ഉള്ള റഡാറ് ഫ്രണ്ടിൽ കൂടെ പോകുന്ന വണ്ടികളും ബാക്കിൽ കൂടെ പോകുന്ന വണ്ടിയുടെയൊക്കെ സ്പീഡും പൊസിഷനും ഡിക്റ്റേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് ഈ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളില്ലേ, അപ്പം ആ ഫെസിലിറ്റി ഈ റഡാറുമായിട്ട് സിങ്ക് ചെയ്ത് വർക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഫ്രണ്ടിൽ കൂടെ പോകുന്ന വണ്ടിയുടെ ഡിസ്റ്റൻസ് ഒക്കെ എന്താ പറയുക അടുത്തെത്താകുമ്പോഴത്തേക്ക് ആ വണ്ടിയുടെ സ്പീഡ് മാച്ച് ആവുന്ന സ്പീഡിലോട്ട് വണ്ടിയുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൊണ്ടുവരും. മനസ്സിലായില്ലേ? നമ്മൾക്ക് അതറിയാൻ പറ്റും. ഇപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടിലൊരു ഓട്ടോറിക്ഷ ഉണ്ടല്ലേ, ഓട്ടോറിക്ഷ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ആ ഓട്ടോറിക്ഷയുടെ സ്പീഡിലോട്ട് ഇപ്പോൾ തനിയെ മാച്ച് ആവും. നമ്മൾ ആക്സിലേറ്റർ ഒന്നും കൊടുക്കുകയൊന്നും വേണ്ട, നമ്മൾ ബ്രേക്ക് പിടിക്കുകയൊന്നും വേണ്ട. ബ്രേക്കും കാര്യങ്ങളൊക്കെ അത് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ കണ്ട ഓട്ടോ ഇപ്പോൾ 55-ലാണ് പോകണം, നമ്മളതേപോലെ പോകണുണ്ടോ. അതിപ്പോൾ റൈറ്റിൽ ലൈറ്റ് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് സിസ്റ്റമാണ്. അതായത് റൈറ്റിൽ കൂടെ ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. കണ്ടോ, ആ താറ് പോയാണ്ടില്ലേ, അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ബാക്കിൽ ഒരു റഡാർ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടുണ്ട്, അതാണ് അത് ചെക്ക് ചെയ്യുന്നത്. സോ വെരി യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോയുടെ അവിടെ നിന്ന് നമ്മൾ റൈറ്റിലത്തെ എന്താ പറയുക ലൈനിലെത്തിയപ്പോഴത്തേക്ക് തനിയെ സ്പീഡ് കൂടിയാണ്ടില്ല. നമ്മൾ നേരത്തെ എത്രയാണ് വെച്ച ക്രൂസ്, ആ ക്രൂസിലോട്ട് സ്പീഡ് തിരിച്ച് വരും. പിന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക മോഡ് ചേഞ്ച് ചെയ്യുന്നതാണ്. മോഡ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ മോഡ് നമുക്ക് റണ്ണിങ് ചേഞ്ച് ചെയ്യാം. പക്ഷേ നമ്മൾ ത്രോട്ടിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോഴേ അത് ആക്റ്റീവ് ആവുള്ളൂ. അടിപൊളി എന്താ പറയുക സേഫ്റ്റി ഫീച്ചേഴ്സാണ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. നേരത്തെ പറഞ്ഞ പോലെ പിടിച്ചെടുത്ത് നിൽക്കുന്നുണ്ട്. സൂപ്പർ, ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ അളിയ അങ്ങനെയൊക്കെയാണ് കാര്യം. അതെ, പിന്നെ ഇഷ്ടപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിന്റെ ആ ഓടിച്ചപ്പോഴത്തേക്കുള്ള ആ ഒരു സസ്പെൻഷന്റെ സെറ്റപ്പാണ്. അതെ, ഞാൻ ഈ വണ്ടി കൊണ്ടുവന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിലെ കുറച്ച് കാര്യം നോക്കി. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 170 mm ബാക്കിൽ 180 mm, പിന്നെ എനിക്കൊന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് 220 mm ഗ്രൗണ്ട് ക്ലിയറൻസും വരും. ഓട്ടോ ലെവലിങ്ങും അഡ്ജസ്റ്റ്മെന്റും ഒക്കെ ഉണ്ട്. പക്ഷെ ട്രാവൽ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ്. ഇപ്പോൾ ഹമ്പ് കണ്ടാലും ചാടിപ്പോയാലും നമുക്കൊന്നും പറ്റില്ല. ചില ഹമ്പ് ഞാൻ സാധാരണ ബൈക്കിൽ പോകുമ്പോൾ സ്ലോയാണ് ഹമ്പൊന്നും ഇതിൽ അറിയുന്നില്ല. അത് നമുക്ക് വണ്ടിയാണ്, അങ്ങനെ ഓടിച്ചു പോവാം. സ്റ്റോപ്പ് ചെയ്യണം എന്നില്ല. അത്യാവശ്യം ബാഡ് ടെറൈൻ വന്നാലും ഇവരുടെ ഓട്ടോമാറ്റിക് ഡാമ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അവരത് സ്കൈ ഹുക്ക് അതെ, അതിൽ അവരത് അപ്പോൾ അതെല്ലാം അവർ വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ ഈ പ്രൈസ് വാങ്ങുന്നുണ്ടെങ്കിൽ, ഞാനും ഇത് എടുക്കുന്നതിന് മുന്നേ ആലോചിച്ചിരുന്നു എന്തിന് 35 ലക്ഷം രൂപയുടെ വണ്ടി, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് ഓർത്തിട്ട് എന്താണ് 2 വീലും ഒരു നല്ല പവർഫുൾ എഞ്ചിനും പോരെ എന്നുള്ള ഒരു മൈൻഡായിരുന്നു. പക്ഷേ ഇത് ഉപയോഗിച്ചപ്പോൾ മനസ്സിലായി അങ്ങനെ അല്ല. നമുക്ക് അത്രയും സേഫായിട്ട് ഫീൽ ചെയ്യും. ഒരു വണ്ടി ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് അത്രയും സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് ഓൺ ആയി കഴിഞ്ഞാൽ സസ്പെൻഷൻ ഓട്ടോ ലെവലിൽ ആക്ട് ആവുള്ളൂ. ചില മോഡുകളിൽ ഇത് ഓൺ ആക്കിയാലേ അത് ആക്ട് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ
അതെനിക്ക് തോന്നുന്നു പഴയ മൾട്ടി സ്ട്രാഡയിലും അങ്ങനെയാണ്. നമ്മൾ ഓഫാക്കി വെച്ചേക്കുമ്പോൾ ഫുൾ സ്റ്റിഫ് കല്ല് പോലിരിക്കും. ഇത് ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് വർക്ക് ചെയ്യും. അതെ, പ്രീ ലോഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നോർമൽ ബൈക്ക് ആണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഒരു ഹൈവേയിൽ നീ പോകുന്നു, ഈ ഹൈവേ പോയി എത്തുന്നത് ഒരു ഓഫ് റോഡ് കയറാൻ പോവാണ്, അല്ലെങ്കിൽ കുറച്ച് ബാഡ് ടെറൈൻ വന്നെന്നിരിക്കട്ടെ, ഈ സമയത്ത് നമ്മൾ ലഗേജ് ഒക്കെ ഊരി വെച്ചിട്ട് ഓടിക്കുകയാണെങ്കിൽ പ്രീ ലോഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇറങ്ങി നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൂൾ ഉണ്ടല്ലോ, ആ ടൂൾ വെച്ചിട്ട് നമ്മൾ സസ്പെൻഷൻ തിരിക്കണം. അപ്പോൾ ഈ ഓഫ് റോഡ് പോകുന്നവർക്ക്, ഓഫ് റോഡ് പോകുന്ന റൈഡേഴ്സിന് അറിയാം, അവർ നല്ല പോലെ അത് കഷ്ടപ്പെടും. ഇത് നമുക്ക് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്തല്ല. പിന്നെ ഒരു അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു പില്ലിനാണെന്ന് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രീ ലോഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, വെയിറ്റ് ഉള്ള ആള് അതെ വേറെ ആയിരിക്കും. അപ്പോൾ വെയിറ്റ് ഉള്ള ആൾക്കാർ മാറി മാറി ഓടിക്കുമ്പോഴും ഒക്കെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടായിരുന്നു. ഓട്ടോ ഇട്ട് നോക്കിക്കോളും, എന്നാലും നമുക്ക് കസ്റ്റമൈസേഷൻ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഈ മെയിൻ ആയിട്ട് GS-ൽ എനിക്ക് ഇലക്ട്രോണിക് സൈഡ് അത്രത്തോളം ഞാൻ നമ്മൾ യൂസർ റിവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചാൾ ഉപയോഗിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ GS ഞാൻ ആകെ ഓടിച്ചിട്ടുള്ളത് 50 കിലോമീറ്റർ അത്രയൊക്കെ ആയിരിക്കും. ഞാൻ അല്ല 1250 2022-23 ആ സമയത്തുള്ള വണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നോക്കിയപ്പോഴും എനിക്ക് അതിനകത്ത് കസ്റ്റമൈസേഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, പക്ഷേ ഒരു റൈഡർ മോഡ് അത് അപ്പോഴേ മനസ്സിലാവുള്ളൂ. പക്ഷെ എനിക്ക് അത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇത് അഗ്രസീവായിട്ടും അത് കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കംഫർട്ടിൽ ഞാൻ ഇതിൽ കോംപ്രമൈസ് ആവുന്നുണ്ട്. എന്നുവെച്ചാൽ കംഫർട്ട് ഇല്ല എന്നല്ല, അതിന്റെ അത്രയും ഫുള്ളി സോഫ്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. കോർണറിങ്, സ്പീഡ് കോർണറിംഗ് പണിയാവും. സ്പീഡ് കോർണറിംഗിൽ പണിയാവും. അത് നമുക്ക് ആണ് അത് പ്രോബ്ലം ഇല്ല. പക്ഷേ ഇപ്പൊ നല്ലൊരു ഹമ്പൊക്കെ ചാടുമ്പോൾ നമുക്ക് ഡാമ്പ് ചെയ്യും. ഇത് മാക്സ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സസ്പെൻഷൻ മാക്സ് ഔട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പ്രീലോഡ് അടി തട്ടാം. സസ്പെൻഷൻ സ്റ്റിഫ് ആക്കി വെക്കും. ഞാൻ എപ്പോഴും ഹൈവേയിൽ സ്റ്റിഫറും സിറ്റിയിൽ സോഫ്റ്റ്വെയറാണ് ഞാൻ ഉപയോഗിക്കാറ്. അത് അതെ 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 ഞാൻ രണ്ടുപേരുള്ളപ്പോൾ പ്രീലോഡിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും. പ്രീലോഡ് കൂട്ടിയിടും. അപ്പം വണ്ടിക്ക് അറിയാം വണ്ടിയുടെ പുറത്ത് അത്യാവശ്യം വെയിറ്റ് ഇരിപ്പുണ്ടെന്നുള്ളത്. അതിനനുസരിച്ച് അവരതിനെ സ്റ്റിഫർ ആക്കുന്നുണ്ട്. സോ അതൊക്കെ ഇൻഡയറക്ട്ലി അല്ല, റൈഡിനെ ബാധിക്കാതിരിക്കാനാണ് അവരങ്ങനെ ചെയ്യുന്നത്. അതായത് ഒരു ഹെവിയർ അപ്പൊ സ്റ്റിഫ് ആവും. കംഫർട്ടിനെ ബാധിക്കും. യെസ് കംഫർട്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. എന്നാലും എനിക്കിപ്പോ ഇതൊന്നല്ല, എനിക്ക് ഈ വണ്ടികൾ എല്ലാം ഒരു ക്രൈസാണ്. ഇപ്പോൾ എനിക്ക് വേറെ താല്പര്യമുള്ള വണ്ടികളുണ്ട്. ഇപ്പം ഈ മോട്ടോ, സൂപ്പർ മോട്ടോ, ഡ്രീം ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ല. അങ്ങനെ ഒന്ന് ടെനേറ 700 ഉണ്ട്. ടെനേറ അല്ലേ, യമഹ അതിന്റെ പേര് ടെനേറ തന്നെയാണ്. ഓക്കെ, ടെനേർ 700. പിന്നെ അപ്രിലിയ ഒക്കെ വരണമുണ്ട്. അപ്രിലിയ വരണമുണ്ട്. 660 ഉണ്ട് അപ്രിലിയൊക്കെ. അതും നല്ലൊരു വണ്ടിയാണ്. അതൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഓഫ് റോഡ് ഓറിയന്റഡ് ആണ്. ഇത് അത്യാവശ്യം ഓഫ് റോഡ് ഓറിയന്റഡ് ആണ്. പിന്നെ ഹൈവേസിൽ നോക്കുവാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഈ മൾട്ടി സ്പീഡ് നല്ലൊരു ഓപ്ഷനാണ്. കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ട് ഓടിക്കുന്ന പരിപാടി കുറച്ചുകൂടെ പറ്റുള്ളൂ. അതായത് ഇന്ത്യൻ കാറിലോട്ട് പോക്കില്ല. പക്ഷേ ഇന്ത്യൻ ഈസ് എ വെരി നൈസ് ബ്രാൻഡ്. അല്ല അങ്ങനെയല്ല, ഇന്ത്യൻ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഞാൻ അയച്ചു തരാം. ഒരു കോയിനല്ല, വെയ്പ്പിൻ്റെ ഒരു ചെറിയ സാധനം അതെടുത്ത് വെച്ചിട്ട് ഇന്ത്യൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ചു. എന്നിട്ട് 4000 RPM വരെ ഞാൻ റവ് ചെയ്യുന്നുണ്ട്. സാധനം അനങ്ങുന്നില്ല. എൻ്റെ വീഡിയോ ഉണ്ട്, ഞാൻ അയച്ചു തരാം. ജസ്റ്റ് കാണിച്ചോ ആൾക്കാരെ. ഇറ്റ്സ് വെരി, നമുക്ക് ഹാർലിയിലോ ബുള്ളറ്റിലോ അത് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും ഡുക്കാട്ടി തന്നെയാണ് അവരുടെയും സർവീസ് ചെയ്യുന്നത്. സർവീസും കാര്യങ്ങളൊക്കെ സെയിൽസ് ഇന്ത്യയിലും. ഇവിടെ കൊച്ചിയിലുണ്ട് ഈ വണ്ടി. ഡുക്കാട്ടിയുടെ ഓണറിനൊരു വണ്ടിയുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിലല്ല, എനിക്ക് ബൈക്കുകൾ പലതും ഇഷ്ടമാണ്. എനിക്ക് GS ഇഷ്ടമാണ്, GS 1300 ഇഷ്ടപ്പെട്ടു. അല്ല, ഓടിക്കുമ്പോൾ ഓരോ വണ്ടി ഓരോ രീതിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ C1000 എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എടുക്കുമോ, എനിക്ക് പണ്ടുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കണം തോന്നുന്നു. Street Triple RS അഗ്രസീവ് വണ്ടി, ഇപ്പോഴും കയറി ചെന്ന പേടിയാണ്. ഓടിച്ചിട്ടില്ല 2009 എൻ്റെ ഒരു ഫ്രണ്ടിനുണ്ട്. ABS ഒന്നും ഇല്ലാത്ത 2009 ക്രോസ് പ്ലെയിൻ എൻ്റെ ഫ്രണ്ടിനുണ്ട്. അത് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. നൈസാണ്, പക്ഷേ പേടിയാവും. പിന്നെ നമുക്ക് നമ്മളെ പേടിപ്പിക്കുന്ന വണ്ടികൾ നമുക്ക് എപ്പോഴും ഒരു ഹരമായിരിക്കും. അതെ 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 അതെ. അപ്പോൾ ഇതിന്റെ ശരിക്കും ഫുൾ ത്രോട്ടിൽ ചെയ്യുവാണെങ്കിൽ പേടിയാവും. ഫുൾ ത്രോട്ടിൽ ചെയ്യുമ്പോൾ പേടിയാവുന്ന വെച്ചാൽ 3.3 സെക്കൻഡ്സിൽ അതോ 3.2 സെക്കൻഡ്സിൽ ഇത് 0 to 100 ആണ്. പക്ഷേ ഫസ്റ്റ് ഗിയറിൽ ത്രോട്ടിൽ ചെയ്യുമ്പോൾ തന്നെ ഇത് 90 ആണെന്തോ, 90 വരെ എന്തോ ഫസ്റ്റ് ഗിയറിൽ പോകും. ഫസ്റ്റിൽ സെക്കൻഡ് ഗിയറിൽ 140, തേർഡ് ഗിയറിൽ 180 ഓർ 180 സംതിങ് പോകും. ഫോർത്ത് ഗിയർ ആകുമ്പോഴത്തേക്ക് 200 കയറും. R1 കയറും. ഹോണ്ട RRR കയറും, 180 കയറും ഫസ്റ്റ് ഗിയറിൽ. അതിൻ്റെ അല്ല, ഇത് അഡ്വഞ്ചർ വണ്ടിയാണ്. അഡ്വഞ്ചർ വണ്ടിയിൽ അഡ്വഞ്ചർ അത് പൊതുവെ അഡ്വഞ്ചർ വണ്ടികളുടെ ഗിയർ റേഷ്യോ കുറച്ച് ലോങ് ആയിരിക്കും. ഇത് ഷോർട്ടർ ഗിയർ റേഷ്യോ ആണ്. മറ്റേ ഗിയർ മാറ്റി പോകും. അതെ അതെ, വെരി അഗ്രസീവ് ആണ്. അപ്പോൾ അത് വൺസ് ഇൻ എ വൈൽ അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നല്ല രസമാണ്. അഗ്രസീവ് ത്രോട്ട്ലിങ് അങ്ങനെ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുക. അത് അങ്ങോട്ട് പോയതാണോ? ആ വളവിലാണ് MVD ഒളിച്ചിരിക്കുന്നത് രാവിലെ 9 മണിക്ക്. അപ്പം ഗൈസ്, അതാണ് നമുക്കിപ്പം ഈ ഒരു വണ്ടിയെ കുറിച്ചുള്ള മനസ്സിലായി ഭയങ്കര മറ്റേ പോച്ച വീഡിയോ ചെയ്യാൻ അറിഞ്ഞാത്തോണ്ടല്ല, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇവനിപ്പോൾ അറൗണ്ട് 6 മാസമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ദി പെർഫെക്റ്റ് ഗൈ ഇൻ ട്രിവാൻഡ്രം ടു ഗിവ് യു ആൻ ആപ്പ് റിവ്യൂ. എനിക്ക് ഞാനത് ശ്രദ്ധിക്കുന്ന ആളാണ്, അതാണ് കാര്യം. ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് അറിയാനൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഞാൻ ഓരോ ചെറിയ ചെറിയ ഫാക്ടേഴ്സ് വരെ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന അതെ അതെ. അപ്പോൾ എൻ്റെ അഭിപ്രായമാണിത്. അപ്പോൾ അത് കാര്യം എന്താണോ നീ അനുഭവിച്ചത് അത് പ്യൂറായിട്ട് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റും. നാളെ ഇനി കുറച്ച് കഴിഞ്ഞ് വണ്ടി കൊടുത്തെങ്കിൽ നിനക്ക് അത് ഓർമ്മ കാണില്ല, അല്ലെങ്കിൽ നമ്മളത് അങ്ങനെ കുറെ വണ്ടി മിസ്സായിട്ടുണ്ട്. പോകും മിസ്സായി പോകും. നിനക്കിപ്പോ എത്ര 6-7 വർഷമായിട്ട് നിന്റെ സൂപ്പർ ബൈക്കില്ലേ? 7 വർഷമായിട്ട് പല വഴികൾ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മള് ഇതിന് മുമ്പ് കവാസാക്കി ഒരു 1000 Z1000 ഫയറിംഗ് ഉള്ളത്, പിന്നെ വന്നിട്ട് ഡയറ്റോണ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സ്പീഡ് ട്രിപ്പിൾ 4-5 വർഷം മുമ്പ് ഒരു സ്പീഡ് ട്രിപ്പിൾ 1050. പിന്നെ വേറെ വണ്ടികൾ നമുക്ക് കൊണ്ടുവരാം. കാരണം നമ്മള് ചുമ്മാ കൊണ്ടുവരണല്ലോ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി ഈ വണ്ടി എടുത്ത പണി കിട്ടുമോ ഇല്ലേ എന്നുള്ള സംഭവം. എനിക്ക് വീഡിയോ എടുത്ത് യാതൊരു പരിചയമില്ല. അപ്പം സിദ്ധാർത്ഥ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു വേണ്ട നീ ചെയ്യ. എനിക്ക് പറയണതിനൊരു ഇതുണ്ട്. എനിക്ക് പറയുന്നുണ്ട്, സൈലൻസർ ഇരിക്കുന്നു, 4 ഇൻഡിക്കേറ്റർ ഉണ്ട്, വശ സൈഡിൽ നിന്ന് ഫ്രണ്ട് കാഴ്ചയിൽ നിന്ന് അതിലല്ലോ അല്ല ഉപയോഗിക്കുന്ന ഒരാൾക്ക് അത് ഓരോന്നും. ഇപ്പം ആദ്യം നമ്മളിപ്പോൾ ഇതിൻ്റെ റിവ്യൂ കണ്ടുപോയി എല്ലാവരും ആദ്യം പറയുന്നത് അഡാസ് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ. അത് ശരിക്കും അതെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഉപയോഗമുള്ളതാണ്. ഇത് ക്രൂസ് കൺട്രോൾ എൻ്റെ അറിവിൽ ആരും ഉപയോഗിച്ചിട്ടില്ല. മേ ബി ഇനി പഞ്ചാബിൽ അവിടെ ഉള്ള ഹൈവേയിൽ ആർക്കെങ്കിലും ഉപയോഗിച്ചാലേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ആരും ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ കിട്ടും. പിന്നെ എന്ത് ഉപയോഗിക്കാം, എന്ത് ഉപയോഗിക്കേണ്ട, എന്ത് ആവശ്യമില്ലാത്തതാണ്. അതെ 12,000 കിലോമീറ്റർ ആയുള്ളൂ, ഇനിയും കിടക്കുവാണ്. അതെ, എല്ലാ അപ്ഡേറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇടാം. ഇപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ചോദിച്ചോ. അപ്പം ഞാനായിരിക്കും റിപ്ലൈ തരണം, അവൻ തന്നെ റിപ്ലൈ തന്നോളൂ. അപ്പം സൂപ്പർ ബൈക്കുകളായിട്ടുള്ള ഏത് ടൈപ്പ് വണ്ടികളുടെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ അവനൊക്കെ എന്നെക്കാട്ടും നല്ല ഇൻഫർമേഷനും അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന പോലെ പറഞ്ഞുതരാം. മാനിപ്പുലേഷൻസ് അറിഞ്ഞാത്തത് പറയുന്നതാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത് മൊത്തം ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സൂപ്പർ ലൈക്ക്. ടേക്ക് കെയർ, ബൈ.